മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എടുക്കുന്ന വിവാദ തീരുമാനങ്ങളിൽ കടുത്ത അതൃപ്തിയുമായി AICC. പാർട്ടിയും സർക്കാരുമായുള്ള ഏകോപനത്തിനായി സമിതി രൂപീകരിക്കാൻ നീക്കം തുടങ്ങി. ഇതിനായി AICC സംഘം ഉടൻ കേരളത്തിലെത്തും. ഇതിനിടെ വിവാദ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യാൻ UDF യോഗം വിളിക്കാത്തതിൽ ഘടകകക്ഷികൾ കടുത്ത അമർഷത്തിലുമാണ്. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്യാമ, അതായത് നിലവിൽ വി.ഡി. സതീശൻ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. എന്തായാലും വല്ലാത്തൊരു അമർഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഘടകകക്ഷികൾക്കും ഈ വിഷയം വലിയ രീതിയിലുള്ള കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ ശ്യാമ? രാഗി വിനോദ് 2.5 മാസമായി അധികാരത്തിൽ ഏൽക്കുമ്പോഴേക്കുള്ള UDF സർക്കാരിൻ്റെ വിവാദ തീരുമാനങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ കടുത്ത അതൃപ്തിയുള്ളത്. പ്രധാനമായും തീരുമാനങ്ങൾ ഗവൺമെൻറ് പ്ലീഡർ നിയമനം തൊട്ട് പ്രധാനമായും ഇപ്പോൾ എത്തി നിൽക്കുന്ന വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ ലാബ് അസിസ്റ്റന്റിനെ SIET ഡയറക്ടറായി നിയമിച്ച ആ നിയമനം വരെയുള്ള വിവാദ തീരുമാനങ്ങളാണ് ഇപ്പോൾ UDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ഈ വിവാദ തീരുമാനങ്ങളെല്ലാം തന്നെ ഇഴകീറി പരിശോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അടുത്ത ദിവസം തന്നെ AICC സംഘം ഇതിനായി നിലവിൽ കേരളത്തിലേക്ക് എത്തുകയും ചെയ്യും. പ്രധാനമായും മുഖ്യമന്ത്രിക്ക് ഈ തീരുമാനങ്ങളിലെല്ലാം തന്നെ ഈ സംഘത്തിന് മുൻപാകെ വിശദീകരണം നൽകേണ്ടി വരികയും ചെയ്യും. മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ എന്നിവരാണ് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇക്കാര്യത്തിൽ സമീപിച്ചിരുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വിവാദ തീരുമാനങ്ങൾ തലപൊക്കിയപ്പോൾ തന്നെ ഇതിലൊരു പരിശോധന വേണമെന്നും ഒരു ഏകോപന സമിതിയെ നിയമിക്കണമെന്നുമായിരുന്നു മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരുന്ന നിർദ്ദേശം. എന്നാൽ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആ ഒരു തീരുമാനം നീണ്ടുപോകുകയായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് നിന്ന് ഇപ്പോഴും വീണ്ടും ഈ തീരുമാനം ശക്തമാകുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പാർട്ടി അല്ലെങ്കിൽ സർക്കാരിന് മേൽ പാർട്ടിയുടെ നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഈ മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ പ്ലീഡർ നിയമനത്തിലും ഒപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിലും അടക്കം കടന്ന് നിലവിൽ പല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ തൊട്ട് ഈ നിയമനങ്ങളെല്ലാം തന്നെ വിവാദങ്ങൾ നിഴലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിവാദ തീരുമാനങ്ങൾ ഇഴകീറി പരിശോധിക്കാനായി നിലവിൽ നീക്കം നടക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഘടകകക്ഷികളുടെ എതിർപ്പും കൂടി ശക്തമായി വരികയാണ്. പ്രധാനമായും ഈ വിവാദ തീരുമാനങ്ങളെല്ലാം തന്നെ തലപൊക്കുന്ന സാഹചര്യത്തിൽ ഒരു വേദി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു വേദി ചർച്ച ചെയ്യാൻ ഘടകകക്ഷികൾക്ക് പോലും അവസരം ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെല്ലാം തന്നെ കടുത്ത അതൃപ്തിയിൽ തന്നെ ഇപ്പോൾ നിലകൊള്ളുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം പ്രതികരണം നമ്മൾ തേടിയപ്പോഴും ഇത്തരത്തിലൊരു കടുത്ത അതൃപ്തിയാണ് നമ്മളോടും വ്യക്തമാക്കിയത്. പ്രധാനമായും UDF മുന്നണി യോഗം ഇത്തരത്തിൽ ചേരാത്തൊരു സാഹചര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വിവാദ തീരുമാനങ്ങൾ ചർച്ച ചെയ്യാൻ ഘടകകക്ഷികൾക്കും ഒരു അവസരമില്ലാത്ത തരത്തിലേക്കാണ് വി.ഡി. സതീശൻ നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയിരിക്കുന്ന പരാതി. അതിനാൽ തന്നെയാണ് ഇപ്പോൾ AICC സംഘം 2 ദിവസത്തിനകം കേരളത്തിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നത്.